അപ്പോൾ ഓരോ ഉണ്ടായിക്കാം. കിട്ടിയോ? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ ഒരു മീൻ ചത്തെറിഞ്ഞിരുന്നു. അപ്പോൾ മീൻ കുളത്തിലെ വെള്ളം മാറ്റുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് പായലൊക്കെ വാരി ബക്കറ്റിലേക്ക് ആക്കാം, എന്നിട്ട് വെള്ളം കളയാം. അത്യാവശ്യം പായലുണ്ട്, ഒരു ബക്കറ്റ് നിറച്ചായിപ്പോൾ. ഈ ആമ്പൽ എന്താ ചെയ്യണ്ടമ്മ? ആമ്പല് ഒരു കന്നാസിലാണ്, അതങ്ങനെ നിന്നോട്ടെ. അതിലൊക്കെ മീൻകുട്ടികളുണ്ടാവും. അതൊക്കെ എടുക്കണ്ടല്ലേ? അത് നിറയെ ചളിയല്ലേ. ഇത് പോരെ, ബാക്കി പുറത്ത് കിട്ടാതെയോ? പായൽ ഏകദേശം ഒരു ബക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. മീനുകള് വെള്ളം വറ്റുമ്പോൾ മീനിടാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ഈ ചെരുവത്തിൽ മാറ്റി വെച്ചത്. ചുവപ്പ് മീൻ കുറേ പോയില്. അപ്പം ഇനി ടാങ്കിക്ക് പൈപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് വെള്ളം പൈപ്പിൽ ഒഴിക്കുകയാണ്. പൈപ്പ് വിടില്ല കേട്ടോ, കൈ വിടില്ല കേട്ടോ. വെച്ചിട്ടേ ആ അതിനോട് കൂടെ നിങ്ങൾ പോയി, അല്ലെങ്കിൽ എത്ര ഇപ്പം കഴിയൂത്. അപ്പേ നമ്മളെ അന്ന് കാണിച്ച കിനിക്കോയാളുണ്ടല്ലോ, ഒരാഴ്ച നമ്മൾ കൂട്ടിലിട്ട് പതുക്കെ ഇറക്കിയിട്ടുള്ള കിനിക്കോയാൾ കേട്ടോ. വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം കേട്ടോ കിനിക്കോയെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഇന്ന് ചെയ്യുന്നതാണ്, ഷോർട്സ് ഒക്കെ ചെയ്യുന്ന കേട്ടോ. അതുപോലെ താറാവാട് നല്ല കമ്പനി ആയിട്ടുണ്ട് കേട്ടോ. ആ പോണ വെള്ളം നേരെ താറാവാട് എടുത്തിക്കാൻ പോകണം കേട്ടോ. അവർ നല്ല തപ്പലാണ് അതിൽ. ഇപ്പോൾ കമ്പനിക്ക് കിനിക്കോയാളുണ്ട് കേട്ടോ, രണ്ടാളുണ്ട് അവിടെ. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അവരായിട്ട്. നമ്മൾ പാടി പോകുന്നൊക്കെ വെച്ചിട്ട് കൊണ്ടുവന്നതാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. അവരിത് അവിടെ ഉണ്ട്, രണ്ടുപേരുണ്ട് കേട്ടോ അവിടെ താറാവുകളുടെ കൂടെ തന്നെ. അപ്പോഴേ നമ്മളന്ന് ഈ കുളത്തിൽ ചേറാൻ്റെ കുട്ടീനെ കൊണ്ടുപോയിട്ടിരുന്നു. ഒരു കുട്ടികൾക്ക് മീൻ കിട്ടിയ മീനായിട്ട് നമ്മൾ കാണിച്ചിരുന്നത്. ആ മീൻ ഇതിലുണ്ടോയെന്ന് ഒരു ഐഡിയ ഇല്ല. വെള്ളം ഏകദേശം വറ്റാനായിട്ടുണ്ട്. നമ്മൾ ചെറുപ്പത്തിലുണ്ടാവും, ഇല്ലാന്നുണ്ടെങ്കിൽ മഴയത്ത് പുറത്തേക്ക് ചാടി പോവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തന്നെ ഇളക്കമൊക്കെ കാണാം അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ. ഇതിൽ മെയിനായിട്ടുള്ള മീനുകൾ ഒന്നുള്ളത് പ്ലാറ്റിയാണ്, ഈ റെഡ് കളർ കാണുന്നത്.
അതൊരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ കുറഞ്ഞു. അതുകൊണ്ട് കൂടി നമ്മൾ വെള്ളം മാറ്റുന്നത്. ചത്തു പോകുന്നത് തോന്നുന്നു. അതേപോലെ തന്നെ ഗപ്പി ഉണ്ട്. പിന്നെ അന്ന് ഒരു 4 ഗോൾഡ് ഫിഷിനെ കൊണ്ടുവന്നിരുന്നു, ചെറിയ കുട്ടികൾ. അതിൽ ബാക്കിയുള്ളത് ഒരൊറ്റ എണ്ണം മാത്രമേ ബാക്കിയുള്ളത്. അത് ഏകദേശം സൈസായിട്ടുണ്ട്. അതിനെ നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ കാണാം കേട്ടോ. ഇവിടെ ഉണ്ട്. അത് മാത്രമാണ് ശരിക്കും ഇതിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത്. അതിനെ നോക്കിയാൽ കാണാം, ഇവിടെ ഉണ്ട്. ശരിക്കും അപ്പോൾ നേരത്തെ പറഞ്ഞ ഗോൾഡ് ഫിഷ് ഇതാണ് കേട്ടോ. ഒറ്റ ഒന്നുള്ളത് 4 എണ്ണം കൊണ്ടുവന്നാണ്. അതിൽ 1 മാത്രമേ ബാക്കിയായി കേട്ടോ. ബാക്കിയൊക്കെ പ്ലാറ്റി ഗപ്പി കേട്ടോ. ഈ ചേറാൻ്റെ അഡ്രസ്സൊന്നും കാണാനില്ല, ഉണ്ടോ അറിയില്ല. നോക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ വെള്ളം കുറേ വറ്റി കഴിഞ്ഞു. ഇനി മീനുകളെ പിടിച്ച് ചെരുവത്തേക്ക് ഇടാം. മേടിച്ചു ഒരു നമ്മുടെ ഗോൾഡ് ഫിഷിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗോൾഡ് ഫിഷിനെ ഒറ്റ ഗോൾഡ് ഫിഷ് ഉള്ളേ. നമുക്ക് മാറ്റാം, വെള്ളത്തേക്ക് മാറ്റാം. ചെറുതായിട്ട് ഫസ്റ്റ് ഫോട്ടോ എടുക്കല്ലേ. ഏകദേശം ഒരുപാട് മീൻ കിട്ടോ. ഗപ്പിയും പ്ലാറ്റി സാധനങ്ങളാണ്. അപ്പോൾ നമ്മുടെ കുളം വറ്റിക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വെള്ളം ഏകദേശം വറ്റി. നമ്മുടെ കുളത്തിലുണ്ടായിരുന്ന മീൻ ഇത്രേ ഉള്ളൂ കേട്ടോ. വലിയ ചേറാൻ അന്ന് കുട്ടീനിട്ട മീനെ കാണാനില്ല, അത് പോയിട്ടോ. നമുക്കും കിട്ടിയില്ല. പുഴയ്ക്ക് ഒലിച്ചു പോവുകയാണോ ചത്തു പോവുകയാണോ എന്ത് സംഭവിച്ചാൽ അറിയില്ല. ഏതായാലും ചേറാൻ മീൻ നമ്മുടെ ടാങ്കിലില്ല എന്ന് ഉറപ്പിച്ചു. അപ്പോൾ ഇനി വെള്ളം ഏകദേശം മാറ്റിയിട്ടുണ്ട്. ഇനി പുതിയ വെള്ളം ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഈ മീനുകളെ കുളത്തിലേക്ക്. അപ്പോൾ പുതിയ വെള്ളം ടാങ്കിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മീനെ ഇനി കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാം.
കേട്ടോ. ഈ പായലും കൂടി നമുക്ക് ഇതിക്ക് ഇട്ടെടുക്കാം. കുളമൊക്കെ വറ്റിച്ച് കുഴങ്ങി ഇങ്ങനെ നിന്നപ്പോഴാണ് അച്ഛൻ ഉണ്ടയും കൊണ്ടുവരുന്നത്. നമുക്ക് ഓരോ ഉണ്ട വയ്ക്കാം. ലിയോയ്ക്ക് വേണം. പിന്നെ കിട്ടുണ്ടോ? കിട്ടിയ മതി. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.